നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നിരോധനാജ്ഞ നിലവിൽ വന്നിട്ടുണ്ട്. ഈ സർക്കാരിന്റെ ഉത്തരവ് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ബാക്കിയാണ്. എന്താണ് ഈ നിരോധനാജ്ഞ? ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ പ്രദേശങ്ങളിലായിരിക്കും ഈ നിരോധനാജ്ഞ നിലവിൽ വരിക? അതോടൊപ്പം തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളെ എങ്ങനെയായിരിക്കും ഈ നിരോധനാജ്ഞ ബാധിക്കുക? നമുക്ക് നോക്കാം. നമുക്കാദ്യം നിരോധനാജ്ഞ എന്താണെന്ന് പരിശോധിക്കാം. CRPC അഥവാ ക്രിമിനൽ നടപടി ചട്ടത്തിലെ 144 വകുപ്പ് അനുസരിച്ചാണ് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നത്. അനധികൃതമായി ആളുകൾ ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് സംഘം ചേരുന്നത് തടയുന്നതിന് വേണ്ടിയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നത്. അതായത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉള്ള മേഖലകളിലാണ് സാധാരണയായി ഈ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാറുള്ളത്. പക്ഷേ ഇവിടെ കേരളത്തിൽ സംസ്ഥാനത്ത് ഈ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോവിഡ് കാലത്ത് നമ്മൾ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ കണ്ടതാണ്. പക്ഷേ നിരോധനാജ്ഞ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായ ലോക്ക്ഡൗൺ അല്ല. അതായത് എല്ലാം പൂർണ്ണമായി അടച്ചിടുകയില്ല. ഒരു സ്ഥലത്ത് 5 പേരിൽ കൂടുതൽ ആളുകൾ എത്തുന്നതിന് മാത്രമാണ് നിരോധനം ഉണ്ടാവുക. ഇനി നമുക്ക് ഏതൊക്കെ ജില്ലകളിലാണ് ഈ നിരോധനാജ്ഞ പ്രാബല്യത്തിൽ വന്നതെന്ന് നോക്കാം. സംസ്ഥാനത്തെ 14 ജില്ലകളിലും നിരോധനാജ്ഞ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ 12 ജില്ലകളിൽ ഈ മാസം അവസാനം വരെ, അതായത് 31-ാം തീയതി വരെ നിരോധനാജ്ഞ നിലവിലുണ്ട്. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ ഈ മാസം 9 വരെ മാത്രമാണ് നിരോധനാജ്ഞയുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു ജില്ല ഇടുക്കി ജില്ലയിൽ 144, അതായത് നിരോധനാജ്ഞ ടൗണുകളിൽ മാത്രമായിട്ടാണ് ഉള്ളത്. ജില്ലാ കളക്ടർമാർക്കാണ് നിരോധനാജ്ഞ സംബന്ധിച്ച ഉത്തരവെടുക്കാനുള്ള അധികാരം സർക്കാർ നൽകിയിട്ടുള്ളത്. ഈ നിരോധനാജ്ഞ നമ്മുടെ ജനജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് നോക്കാം നമുക്കിനി. പൊതുഗതാഗതം, ബാങ്കുകൾ, സർക്കാർ ഓഫീസുകൾ ഇവയ്ക്കെല്ലാം തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. പക്ഷേ കടകളിലെല്ലാം 5 പേർക്ക് മാത്രമായിരിക്കും ഒരു സമയം പ്രവേശിക്കാൻ അനുമതി ഉണ്ടാവുക. വലിയ കടകളിലാണെങ്കിൽ കൂടുതൽ പേർക്ക് പ്രവേശിക്കാൻ അനുമതിയുണ്ട്. പക്ഷേ ശാരീരിക അകലം, സാമൂഹിക അകലം ഇവ രണ്ടും ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ ഒരു കടയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് മാസ്ക് ഉണ്ടോ, സാനിറ്റൈസർ ഉപയോഗിക്കുക, പേര് വിവരങ്ങൾ നൽകുക, ഇതെല്ലാം ഇനി നിർബന്ധമായിരിക്കും. അതായത് നമ്മൾ ചെയ്തു വരുന്ന കാര്യം തന്നെയാണ്, പക്ഷേ ഒന്നുകൂടി കർശനമായി പാലിക്കണം. അതോടൊപ്പം തന്നെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കും അനാവശ്യമായ യാത്രകൾ ഇനി പാടില്ല. വിവാഹത്തിന് 50 പേർക്ക് മാത്രമായിരിക്കും പങ്കെടുക്കാൻ അനുമതിയുണ്ടാകുക. അഥവാ ഈ വിവാഹം നടക്കുന്നത് ഒരു കണ്ടെയ്ൻമെന്റ് സോണിലാണെങ്കിൽ ഈ 50 എന്ന സംഖ്യ 20 ചുരുങ്ങും. അതോടൊപ്പം തന്നെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാവുന്ന ആളുകളുടെ എണ്ണം 20 കുറച്ചിട്ടുമുണ്ട്.